സ്ത്രീധനം ഒരു കണ്ടകശനി കുരുക്കാണ്. അമ്പലനട തൊഴുതിറങ്ങുന്ന എണ്ണി നോക്കി ഒരമ്മ. മോൾ വിവാഹിതയാണോ? എവിടെയാ സ്ഥലം? എത്ര കുട്ടികളുണ്ട്? വേറെ ആരും കൂടെ വന്നില്ലേ? ഇവിടെ പതിവായി വരാറുണ്ടോ? ഉണ്ടമ്മേ, വിവാഹിതയല്ല. എന്താ, വിവാഹം നോക്കണില്ലേ? നോക്കണുണ്ടമ്മേ. എന്താ പ്രശ്നം? നാളിൽ വല്ല കുഴപ്പമുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നില്ല, ശുദ്ധജാതകമാ. പിന്നെന്താ പ്രശ്നം? സ്ത്രീധനമാമേ പ്രശ്നം. മോൾ ഒരാളാണോ? ഇല്ല, ആങ്ങളെയുണ്ട്. അച്ഛനും അമ്മയുണ്ടോ? ഉണ്ട്. പിന്നെന്താ? അതമ്മേ, അവർ കേൾക്കണത് നമുക്ക് കൊടുക്കാനില്ല. എത്രയാ കേൾക്കണേ? 5 മുതൽ 50 ലക്ഷം വരെ കേൾക്കണുണ്ട്. മോൾ എന്താ പഠിച്ചേ? എന്താ ജോബ്? 4 ക്ലാസ് അധികം പഠിച്ചമേ, അതാ പ്രശ്നം. പിന്നൊരു കുഞ്ഞു കമ്പ്യൂട്ടർ ജോബും ഉണ്ട്. എന്നിട്ടാ മോള് ശുദ്ധജാതകമല്ലേ? എൻ്റെ മോനും അതായിരുന്നു. അവനും മോള് പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷയിലാ വളർത്തിയേ. സർക്കാർ ജോബുണ്ട്, നോക്കി മടുത്തു. അവസാനം ഒരു 51 പവനും അല്പം കാശും തന്ന ഒരു പെണ്ണിനെ കെട്ടി. ഇപ്പോൾ കുഞ്ഞുണ്ട്. പിന്നെ മോള് വിവാഹിതയായി. 6 വർഷമായിട്ടും സന്താനമില്ല. ഇനി കിട്ടുമോന്നും അറിയില്ല. രണ്ടുപേരും പരിചയമായി. ആ അമ്മ നില്ല് മോളെ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നെയും കൂട്ടി കയറിയത് ലോട്ടറി കടയിലാണ്. ഇത് കണ്ട ഞാൻ കരുതി മകന് ജോബുണ്ട്, മകൾ വിവാഹിത, പിന്നെയും ഇവരെന്തിനാ ലോട്ടറി എടുക്കണത്? പെട്ടെന്ന് എനിക്ക് വണ്ടി വന്നു. ഞാൻ യാത്ര പറഞ്ഞു. നേരെ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ ആ അമ്മ ബസ് സ്റ്റോപ്പിലെത്തി. തൻ്റെ വണ്ടി എടുത്തപ്പോൾ ടാറ്റ കാണിച്ചു. വണ്ടി നീങ്ങിയപ്പോൾ അവരെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. മകൻ ഇത്രയും ജോബുണ്ട്, ഇതെല്ലാം ഒക്കെ കൊടുത്തിട്ടും സ്ത്രീധനം തികഞ്ഞില്ല. പിന്നെ ശൂന്യതയിലെ നമ്മൾക്ക് എത്ര ജാതകം ചേർന്നാലും കണ്ടകശനി സ്ത്രീധനത്തിലാണല്ലോ. അത് വിവാഹം കഴിഞ്ഞിട്ടും സ്ത്രീധനം എന്നതിൽ കണ്ടകശനി തന്നെയായി. ഓരോ അമ്മമാരും കുടുംബക്കാരും കെട്ടാനായി വരുന്നവരും ഇങ്ങനെ ആയാൽ ഒന്നുമില്ലാത്തവർക്ക് ഒന്നേ പാടാനാകൂ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അതെ, ഇങ്ങനെ ആയാൽ ആ ശനി നമ്മളെയും കൊണ്ടേ പോകൂ. പക്ഷെ പിന്നീട് കുടുംബക്കോടതിയും കേസും വഴക്കും ഒക്കെ ഉണ്ടായെന്ന് വരാം. സ്ത്രീധന പേരിൽ എത്രയെത്ര പാവങ്ങളായ പെൺകുട്ടികളാണ് വിവാഹപ്രായം കഴിഞ്ഞിട്ടും നിൽക്കേണ്ടി വരുന്നത്. ഈ സ്ത്രീധനം എന്ന ദുർമോഹ ചിന്താഗതി മാറണം നമ്മുടെ പുതുതലമുറയ്ക്ക്. എനിക്ക് വന്ന ഗതികേട് മറ്റൊരു പെണ്ണിനും വരരുത് എന്നാണ് ഞാൻ ആ കുരുക്കിൽപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചതും ഇതുവരെ പഠിച്ചതും. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.